عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد. ഇന്ന് 27-ാം രാവ്, ലൈലത്തുൽ ഖദർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന രാവ്, വെള്ളിയാഴ്ച രാവ്, പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ രാവ്, ഓരോ നിമിഷങ്ങൾക്കും ഓരോ സുഹൃതങ്ങൾക്കും എത്രയോ ഇരട്ടി പ്രതിഫലം ലഭിക്കപ്പെടുന്ന രാവ്, ദുആയ്ക്ക് ഇജാബത്ത് ലഭിക്കപ്പെടുന്ന രാവ്, കോടാനുകോടി മലായിക്കത്തുകൾ ഇറങ്ങുന്ന രാവ്, എല്ലാം കൊണ്ടും ധന്യം. അള്ളാഹു ഈ രാവ്, ഈ ലൈലത്തുൽ ഖദർ ആസ്വദിക്കാൻ, അതിൻ്റെ സന്തോഷം പങ്കിടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മലായിക്കത്തുകളുടെ ആ ഒരു സഹകരണം, മലായിക്കത്തുകളുടെ മുസാഫഹത്ത്, മലായിക്കത്തുകളുടെ ആ ഒരു ഇടപെടൽ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ, ആത്മീയമായ നിവൃത്തി ലഭിക്കാൻ കാരണമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ചോദിക്കണം റബ്ബിനോട്, ധാരാളം ചോദിക്കണം. അതിനുള്ള സമയമാണ്, അതിനുള്ള രാവാണ്. ഒരിക്കലും ഒരു അമാന്തവും കാണിക്കരുത്. അള്ളാഹുവിൻ്റെ മഹത്തായ ഈ രാവ്, ഈ റമളാൻ, ഈ ലൈലത്തുൽ ഖദർ നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി അള്ളാഹു നൽകിയതാണ്. അള്ളാഹുവിന് ഒന്നും കിട്ടാൻ വേണ്ടിയല്ല, നമ്മുടെ വിജയത്തിന് വേണ്ടി, നമ്മൾ നല്ലവരാകാൻ വേണ്ടി, നമ്മൾ സ്വാലിഹീങ്ങൾ ഉൾപ്പെടാൻ വേണ്ടി അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ആരാധനയാണ്, ഇബാദത്താണ് നോമ്പ്, ലൈലത്തുൽ ഖദർ, എല്ലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം നോറ്റ നോമ്പുകൾ, ആരാധനകൾ, നിസ്കാരങ്ങൾ, ഔറാദുകൾ, തഹ്ലീലുകൾ, ഇസ്തിഗ്ഫാറുകൾ, തിലാവത്തുൽ ഖുർആൻ, ദാനധർമ്മങ്ങൾ, സദഖ, സകാത്തുകൾ, ഇഫ്താറുകൾ മുഴുവനും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്നല്ലേ ലൈലത്തുൽ ഖദർ? എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. മക്ക, മദീന, ബൈത്തുൽ മഖ്ദിസ് അടക്കമുള്ള പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളടക്കം ലോകത്തുള്ള എമ്പാടും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുകയാണ്. ലൈലത്തുൽ ഖദർ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജനലക്ഷങ്ങൾ മക്കത്തുൽ മുക്കറമയിലും മദീന മുനവ്വറയിലും തമ്പടിച്ചുകൊണ്ട് ആരാധനകൾ നിർവഹിക്കുകയാണ്. അള്ളാഹു അതെല്ലാം കബൂലാക്കുമാറാവട്ടെ. ഒരുപാട് പേര് ഉംറയ്ക്ക് പോയിട്ടുണ്ട്. ആ ഉംറകളൊക്കെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ലൈലത്തുൽ ഖദർ ഇന്നാവാനാണ് സാധ്യത. അവസാനത്തെ 10-ന്റെ ഒറ്റയായ രാവുകളിലാണ്. ആ ഒറ്റയായ രാവ് പ്രതീക്ഷിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഒരു സൂറത്ത് ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് മാത്രം, അതിൻ്റെ ഫളലും അതിൻ്റെ പോരിശയും പറയാൻ വേണ്ടി മാത്രം ഒരു സൂറത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം, ഇസ്ലാമിൻ്റെ എല്ലാം, ഒരു മുസ്ലിമിൻ്റെ ഭരണഘടന, പരിശുദ്ധമായ ഖുർആൻ നാന്ത് കുറിക്കപ്പെട്ടത് ഈ ലൈലത്തുൽ ഖദറിലാണ് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ആ ഒരു രാവിനെ സംബന്ധിച്ച് മാത്രം പറയാൻ ഒരു സൂറത്ത് അള്ളാഹു തീരുമാനിച്ച് ഇറക്കി നമുക്ക് തന്നെങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠത എത്രയാണ്, അതിൻ്റെ പവർ എത്രയാണ്, അതിൻ്റെ ബഹുമാനം എത്രയാണ്. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയതിൻ്റെ വാർഷികം കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ രാവ് എല്ലാം കൊണ്ടും സന്തോഷകരമാണ്. അത് 27-ാം രാവിൻ്റെ അന്നാവണേ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, നോമ്പ് എന്നാ തുടങ്ങിയത്? ഞായറാഴ്ചയാണോ നോമ്പ് തുടങ്ങിയത്? ബുധനാഴ്ചയാണോ നോമ്പ് തുടങ്ങിയത്? എങ്കിൽ 27-ാം രാവിനാണ് എന്ന് പറയുന്നു. അപ്പോൾ നോമ്പ് തുടങ്ങിയതെന്നാണ്? ഞായറാഴ്ചയാണ്. ആ നിലയ്ക്ക് ഗസാലി ഇമാമിൻ്റെ അഭിപ്രായം അനുസരിച്ച് 27-ാം രാവിനാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗത്തിൽ 9 അക്ഷരമുണ്ടല്ലോ. ലൈലത്തുൽ ഖദർ എന്ന വാക്ക് 3 പ്രാവശ്യം അള്ളാഹു ആവർത്തിച്ചിട്ടുണ്ട്. 9ഉം 3ഉം കൂട്ടി കുടിച്ചാൽ 27 കിട്ടും. അങ്ങനെ സാഹചര്യങ്ങൾ കൊണ്ട് 27-ാം രാവാണ് എന്ന് പറയുകയും അതിനെ ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളും നെഞ്ചോടേറ്റെടുത്ത് 27-ാം രാവ് എങ്കിലും ഹയാത്താക്കുന്ന ഒരു നല്ല സ്വഭാവം,
അള്ളാഹുവെ അതിന് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാവരും സടകുടഞ്ഞ് എഴുന്നേക്കണം, ഒരാൾ ഉറങ്ങരുതെന്ന്. ആരാധനകൾ കൊണ്ട് വെള്ളിയാഴ്ച രാവാണ് എന്നും കൂടി നാം ശ്രദ്ധിക്കണം. അതിൻ്റെ ഓരോ നിമിഷങ്ങൾക്കും ഇരട്ടി എത്രയോ ആയിരക്കണക്കിന് പ്രതിഫലം കിട്ടുന്ന വലിയൊരു സുദിനമാണ്, വലിയൊരു രാവാണ്. അതുകൊണ്ട് എല്ലാ നിലയ്ക്കും നമ്മൾ കിടന്ന് ദിവസങ്ങൾ ഉറങ്ങുന്നത് പോലെ ഉറങ്ങി തീർക്കാതെ ഖത്മുൽ ഖുർആൻ ഓതണം, ഇസ്തിഗ്ഫാറുകൾ ധാരാളം ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അതുപോലെ തഹ്ലീൽ ചൊല്ലണം, സ്വലാത്തുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലണം. അതുപോലെ സകാത്തുകളും ദാനധർമ്മങ്ങളൊക്കെ കൊടുക്കണം, നോമ്പ് തുറപ്പിക്കണം, തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യണം. നമ്മൾ ചെയ്യുന്നവരാണ്, നിത്യേന ചെയ്യുന്നവരാണ്, ഒട്ടും മുടങ്ങാതെ ചെയ്യുന്നവരാണ്. അള്ളാഹു എല്ലാം നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് രാവ് മറക്കല്ലേ. ഇന്ന് ആ ലൈലത്തുൽ ഖദർ ആണെങ്കിൽ നമ്മൾ ഹയാത്താക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ, നമ്മളൊക്കെ കൃതാർത്ഥരായി റബ്ബിൻ്റെ മുമ്പിൽ. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാവട്ടെ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഈ വലിയ മഹത്വം ലഭിക്കാത്ത ഹതഭാഗ്യന്മാരുണ്ട്. നഊദു ബില്ലാ, നഊദു ബില്ലാ, നഊദു ബില്ലാ. അള്ളാഹു കാക്കണേ, അള്ളാഹു കാക്കട്ടെ. 4 ഹതഭാഗ്യന്മാർ. ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അള്ളാഹു തആല നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.